അങ്ങനെ ഒരാഴ്ചത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും റണ്ണ് തുടങ്ങി. ഒരു 10K ടെമ്പോ ഇന്നത്തെ പ്ലാൻ. അരമണിക്കൂറായി ഓടാണ്. ഞാൻ ടയേർഡായി. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ജീനോ ആൻ്റണിയെ പറ്റിയാണ്. അർജുനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടില്ല എന്നുണ്ടെങ്കിൽ അർജുൻ്റെ പേജ് ഒക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ജീനോ ആൻ്റണി ഞാനിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ലുലു മോളിൻ്റെ അപ്പുറത്തെ സൈഡിലെ തുമ്പ, തിരുവനന്തപുരത്തെ തുമ്പക്കാരനാണ്. ഈ കഴിഞ്ഞ ഒക്ടോബർ 18 ഫ്രാൻസിലെ ആൽബിയിൽ വെച്ച് IAU, അതായത് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അൾട്രാ റണ്ണേഴ്സ് നടത്തിയ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരുന്നു. അവിടെ ഇന്ത്യൻ ടീമിനെ റെപ്രസെൻറ്റ് ചെയ്ത് കുറേ അത്ലീറ്റ്സ് പോയിട്ടുണ്ടായിരുന്നു. അതിൽ ജീനോ ആൻ്റണി ഉണ്ടായിരുന്നു. ജീനോ ആൻ്റണി ആയിരുന്നു അതിൽ ടോപ്പ് 10ൻ്റെ അകത്ത് ഫിനിഷ് ചെയ്ത പുള്ളി ഇന്ത്യൻ. പക്ഷേ പുള്ളി നമ്മുടെ നാട്ടിൽ വന്നപ്പോഴത്തേക്ക് പുള്ളി ഇന്നലെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളി എത്ര ഹാർഡ് വർക്ക് ഇട്ടാലും അതിൻ്റെ ഒരു റിവാർഡ് കിട്ടുന്നതായിട്ട് തോന്നുന്നില്ല എന്നുള്ള രീതിയിൽ. എക്സാക്റ്റ് വേർഡ്സ് അല്ല, പക്ഷേ ശരിയാണ്. നമ്മുടെ അത്ലീറ്റ്സിൻ്റെയൊക്കെ അവസ്ഥ അതാണ്. എത്രയൊക്കെ ഹൈറ്റിലെത്തിയാലും നാട്ടിൽ വരുമ്പോഴത്തേക്ക് ആർക്കും അറിയില്ല അവർ ചെയ്ത എഫേർട്ട് എങ്ങനെയാണ്, അവരുടെ സാക്രിഫൈസ് എന്തൊക്കെയായിരുന്നു. കാരണം ഞാനിപ്പോൾ അരമണിക്കൂറായിട്ടുള്ളൂ ഓടാൻ തുടങ്ങിയിട്ട്. ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് വരുന്നതാണ്. ഒരു 5 കിലോമീറ്റർ ആവുന്നേ ഉള്ളൂ. പക്ഷേ ഡെഡായി. കാരണം മഴ, ചൂട്. പുള്ളി ആ ഫ്രാൻസിലെ തണുപ്പത്ത് ഓടിയതിനെ പറ്റിയൊക്കെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ത്യൻസിന് അത്രയ്ക്ക് തണുപ്പ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആളുകളല്ല. ആ തണുപ്പത്തും പുള്ളി കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെയൊക്കെ ഓടിയിരുന്നു. പക്ഷേ ഈ എഫേർട്ടൊക്കെ ചെയ്തിട്ട് നാട്ടിൽ വരുമ്പോൾ വളരെ കോൾഡായിട്ടുള്ള റെസ്പോൺസാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു റീസൺ ഇന്ന് ഞാൻ ഈ ഓടാൻ വരുന്നതിന് മുന്നേ നമ്മൾ ഇൻസ്റ്റ എടുത്തപ്പോഴത്തേക്ക് അർജുൻ്റെ വീഡിയോ കണ്ടു. അപ്പോൾ എനിക്ക് വലിയ ഫോളോവേഴ്സൊന്നുമില്ല, പക്ഷേ ഈ വീഡിയോ കാണുന്നവരിലും കൂടെ ജീനോ ആൻ്റണി എന്ന് പറഞ്ഞ ഒരാൾ ചെയ്ത അച്ചീവ്മെൻറ്റ് എത്തട്ടെ എന്ന് പറഞ്ഞ് ചെയ്യുന്നതാണ്. അപ്പോൾ ജീനോ ആൻ്റണിയെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ പുള്ളിയുടെ പ്രൊഫൈൽ ഈ പോസ്റ്റിൻ്റെ കൂടെ ടാഗ് ചെയ്യുന്നുണ്ടാവും. പ്രൊഫൈൽ എടുക്കുക. നിങ്ങൾക്ക് പറ്റുന്ന കൺഗ്രാജുലേഷൻസും ഒരു എൻകറേജ്മെൻറ്റും കൊടുക്കുക. അത്ലീറ്റ്സിന് ഏറ്റവും വേണ്ടത് എൻകറേജ്മെൻറ്റും സപ്പോർട്ടുമാണ്, ഫിനാൻഷ്യൽ സപ്പോർട്ടുമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എൻകറേജ്മെൻറ്റാണ്. സോ ഒരു റണ്ണർ എന്ന നിലയ്ക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ഈ വീഡിയോ കൂടെ ചെയ്യുന്നത്. അപ്പോൾ റണ്ണേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും പുള്ളിയുടെ പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്ത് പുള്ളിക്ക് ഒരു എൻകറേജ്മെൻറ്റ് കൊടുക്കുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.